ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കമുന്തിരി അച്ചാറാണ്. ബിരിയാണിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പിക്കിളാണിത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ഉണക്കമുന്തിരി അച്ചാർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് വിനീഗർ, 2 പിഞ്ച് കായം, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് വേണം. ഒരൊറ്റ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണിത്. പിന്നെ 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലും ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം. ഇനി ഈ ഓയിലിലോട്ട് തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണ്ടവർക്ക് അതും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ റോസ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞു വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണിത്. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരൊറ്റ ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതൊരു അരിപ്പയിലൂടെ അരിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഒന്ന് തിളച്ച് കുറുകി വരണം. അപ്പോൾ ഇത് കുറച്ച് സമയം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. പിന്നെ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നുള്ളു കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഈ ഗ്രേവി ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഉണക്കമുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഉണക്കമുന്തിരി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കൂടെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ തിക്കായിട്ട് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്